നമുക്ക് പോവാം. ഗ്രാൻഡ് പായുടെ അടുത്തേക്ക് ഒത്തിരി ദൂരമുണ്ട്. നീ നോക്ക്, ഇവിടം കാണാൻ എന്ത് രസാ. അതെ അതെ, വളരെ നന്നായിട്ടുണ്ട്. നീ നോക്കിക്കേ, ആ കൊച്ചാണ് അങ്കിളിന്റെ കൂടെ നിൽക്കാൻ പോകുന്നത്. എന്താ ഇത്? ഇവിടെ ഇങ്ങനെയാണോ അതിഥികളെ വരവേൽക്കുന്നത്? അയ്യോ അല്ല സാർ. കോൾ, വേഗം വീട്ടിൽ പോകൂ. ശരി സാ. ഈ ഗോഷ്ഠി കാണിക്കുന്ന സമയത്ത് ബുക്ക് എടുത്ത് വായിക്കാൻ നോക്ക്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ ദേറ്റാൻറ്റി? ശരി, നല്ല കാര്യം. എത്ര നാളായി നിന്നെ കണ്ടിട്ട്? കണ്ടതിൽ വളരെ സന്തോഷം. എന്തു പറ്റി തിരിച്ചു വരാൻ? അതോ, എനിക്ക് ഫ്രാങ്ക്ഫർട്ടിൽ ഒരു നല്ല ജോലി കിട്ടി. അവിടെയുള്ള ഒരു വലിയ സമ്പന്ന കുടുംബത്തിലാ. നല്ല മനുഷ്യരവര്. ഞാൻ വന്നത് ഹൈദിയെ അവളുടെ മുത്തശ്ശന്റെ അടുത്താക്കാനാ. ഹൈദിയെ അങ്കിളിനെ ഏൽപ്പിക്കാനോ? ആർക്കും അറിയില്ല അദ്ദേഹം എങ്ങനെ അവിടെ ജീവിക്കുന്നതെന്ന് പോലും. അദ്ദേഹം ആരോട് സംസാരിക്കുക പോലും ഇല്ല. അദ്ദേഹത്തിന്റെ കട്ടി പുരുകവും മീശയും താടിയൊക്കെ കണ്ടാൽ തന്നെ പേടിയാകും. അതെ, എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മുത്തശ്ശനല്ലേ. പക്ഷെ ആ കുഞ്ഞ് പേടിച്ച് മരിച്ചു പോകും. നാട്ടുകാർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടാൽ. എനിക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അദ്ദേഹത്തെ എങ്ങനെ വിശ്വസിക്കും? തോബിയാസിന്റെ അനുഭവം നീ കേട്ടതില്ലേ? എനിക്ക് വേറെ മാർഗമില്ല. എന്റെ പെങ്ങളുടെ മരണശേഷം ഞാൻ ഹെയ്ദിക്കെല്ലാം നൽകി. എന്റെ സമയവും എന്റെ ആരോഗ്യവും. ഇനി കുറച്ച് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ. എന്താ വേണ്ടേ? ഓ സോറി ഡേറ്റാ, ഞാനതെല്ലാം ഉദ്ദേശിച്ചത്. പോയിട്ട് വരാം. ഹൈദി, ഹൈദി, എവിടെയാ? എവിടേക്കാ ഇവിടെ പോയിരിക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ കുട്ടി ഇതിലെ പോകുന്നത് കണ്ടോ? ഉയരം കുറഞ്ഞ ഒരു കൊച്ചുകുട്ടി. താങ്ക് യു. ഹൈദി, ഇത് നോക്കൂ, എന്ത് മനോഹരമായ സ്ഥലമാണിത്. ഹൈദി, നിന്റെ ഷൂസ് എവിടെ? ഷോളും കാണുന്നില്ലല്ലോ. അതവിടെ കിടപ്പുണ്ട്. ഓ മോളെ, നീ നിന്റെ ഷൂസ് ഷോളും എവിടെയാ കൊണ്ടിട്ടത്? ഞാനൊരു പൂമ്പാറ്റയുടെ പുറകെ പോയതാ. അപ്പൊ ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് അത് അടിച്ചു വെച്ചത്.
മോളിനോട് സംസാരിക്കാനുള്ള സമയം. പോയി നിന്റെ തുണി എടുത്തോണ്ട് വാ. അതെ ആട്ടിടയാ, ഞാൻ നിനക്കൊരു നാണയം തരട്ടെ. എങ്കിൽ അവിടെയുള്ള ഷൂസ് ഷോളും എടുത്തോണ്ട് വരുമോ? ആ പാറയുടെ അടുത്തുണ്ട്. സൂക്ഷിച്ചു വേണം. വളരെ നന്ദിയുണ്ട്. ആഹാ, വളരെ വേഗത്തിൽ ഓടുന്നുണ്ടല്ലോ. ഈ നാണയം നിനക്കുള്ള. ആ ആടുകൾ നിങ്ങളുടേതാണോ? എല്ലാ ആടുകളും? അയാളെന്താ മിണ്ടാത്തെ? എനിക്ക് തോന്നുന്നത് അവൻ അത്ര ഫ്രണ്ട്ലി അല്ലെന്നാ. വാ, ഒരുപാട് സമയം വേസ്റ്റ് ആയി. ഈ ഷൂസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. എന്റെ കൂടെ തന്നെ നിക്കണം കേട്ടോ. ആന്റി, എനിക്ക് വിശക്കുന്നു. ശരി ഹേതി, നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. നമ്മൾ എത്താറായ ഡേറ്റ് ആന്റി? ഡേറ്റ് ആന്റി? ഓ അതോ, ശരി. ഇത് കഴിക്ക്, ശക്തി വരട്ടെ. താങ്ക് യു. നിനക്കറിയാമോ, എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൂടെ നിർത്തിയേനെ. പക്ഷേ ഈ പുതിയ ജോലിയിൽ നിന്നെ കൂടെ നിർത്താനാവില്ല. മോൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഒരു കൂണല്ലേ ഇത്? ഇത് കഴിക്കാൻ പറ്റുന്നതാണോ? ഈ മരങ്ങൾ എത്ര സുന്ദരമാണ് അല്ലേ ഡേറ്റ് ആന്റി? ഡേറ്റ് ആന്റി, എന്തു പറ്റി ഡേറ്റ് ആന്റി? ആന്റി ഇപ്പൊ കരയുകയാണോ? ഒന്നുമില്ല മോളെ, എനിക്ക് ഇത്തിരി ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ. നീ വരൂ, നമുക്ക് പോവാം. ആ കാണുന്നതാണോ മുത്തച്ഛന്റെ താമസ സ്ഥലം? അതെ, നമ്മളിങ്ങ് എത്തി. എന്താണ് ശബ്ദം? അങ്കിൾ, ഇത് ഞാനാ, ഡേറ്റ. എനിക്ക് ഫ്രാങ്ക്ഫർട്ടിൽ നല്ലൊരു ജോലി കിട്ടി, കുക്കായിട്ട്. എനിക്കിനി നിങ്ങളുടെ കൊച്ചുമോളെ സംരക്ഷിക്കാനാവില്ല. ഇവിടുന്ന് ഒന്ന് പോകാമോ? അവള് കുഞ്ഞായിരുന്നപ്പോ മുതൽ ഞാൻ അവളെ സംരക്ഷിക്കാൻ തുടങ്ങിയതാ. ഇനി നിങ്ങൾ വേണം അവളെ നോക്കാൻ. എന്നോടൊന്നും ചോദിക്കണ്ട. ഞാൻ ചോദിക്കാൻ വന്നതല്ല. ഞാൻ അവളെ ഏറ്റെടുത്തപ്പോ പോലും എന്നോട് ആരും ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് സംരക്ഷിച്ചു. അവക്കിനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവളെ സ്വീകരിക്കണം. ഈ മലയിൽ നഗരത്തിലെ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാനാവില്ല. നീ കണ്ടില്ലേ, ഇവൾ ഇവിടെ 2 ദിവസം നിൽക്കില്ല. ഇവിടെ ജീവിതം ദുസ്സഹമാണ്. ഇത്രയും കാലം ഞങ്ങൾ ബുദ്ധിമുട്ടി. ഈ ഒരു കാര്യമെങ്കിലും അവക്ക് വേണ്ടി ചെയ്യൂ. ഇനിയും ശബ്ദിച്ചാൽ എന്നാൽ അവൾ ഇവിടെ നിൽക്കട്ടെ. പക്ഷെ നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോയിക്കോളൂ. ജോസഫ് ഇങ്ങോട്ട് വരൂ. എല്ലാ ദിവസവും മോള് രാവിലെ എണീച്ച് മുഖം കഴുകി വൃത്തിയായിരിക്കണേ. ഒത്തിരി നേരം കിടന്ന് ഉറങ്ങല്ലേ. ഞാൻ പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. ഇന്ന് മോളുടെ മുത്തശ്ശൻ നല്ല മൂഡിലല്ല. പക്ഷെ എല്ലാം ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാ മോള് പൊയ്ക്കോ. ഞാൻ മോളെ കാണാൻ വേഗം തിരിച്ചെത്താം. സത്യായും. ടിക്കറ്റ് ഇൻസ്പെക്ടറുടെ നിന്റെ പാവം വാങ്ങാൻ മറക്കല്ലേ? തീർച്ചയായും ഞാൻ മറക്കില്ല ഹേതി, മറക്കില്ല. എന്റെ ബെഡ്റൂം എവിടെയാ മുത്തച്ഛ?
വെറുതെ ശല്യപ്പെടുത്തുന്നില്ല. എനിക്കിത് നല്ലൊരു കിടപ്പറയായിരിക്കും എന്നാ തോന്നുന്നത്. മുത്തച്ഛനായിരിക്കും എനിക്കിതൊക്കെ കൊണ്ടുവന്നത്. മുത്തച്ഛനാണോ ഇത്? നീ എന്നെ പേടിപ്പിച്ചല്ലോ ജോസഫ്. അങ്ങനെയല്ലേ നിന്റെ പേര്? നിനക്കറിയോ, ഞാൻ വന്ന സ്ഥലത്ത് എനിക്കൊരു പൂച്ചയുണ്ട്. അവന്റെ പേര് ഫ്രിസി എന്നാണ്. അതുകൊണ്ട് നീയും ഞാനും സുഹൃത്തുക്കളായിരിക്കുമല്ലോ അല്ലേ? ഓ, അതിന് നക്ഷത്രങ്ങളല്ലേ? അതിനെ പിന്തുടർന്നു വന്നോ? എനിക്കറിയാം നമ്മൾ നല്ല സുഹൃത്തുക്കളാവുമെന്ന്. ആന്റി പറഞ്ഞ പോലെ എല്ലാം ശരിയാവും തോന്നുന്നു. മുത്തച്ഛൻ നാളെ നല്ല മൂഡിലായിരുന്നാ മതിയായിരുന്നു.